ശ്രദ്ധിച്ചുകൊണ്ട് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ അരണ്ട വെളിച്ചത്തിലൂടെ ഞാൻ ധൃതിയിലോടി. തൻ്റെ പിന്നിൽ ഓടിയെടുത്തിരുന്ന വിസിലടി ശബ്ദങ്ങൾ കേൾക്കാം. ഒപ്പം ഗർജിച്ചുകൊണ്ട് അവർക്കൊപ്പം പോലീസ് നായയുണ്ട്. തീവണ്ടികൾക്ക് ബോംബ് ഭീഷണി നേരിടുന്ന സാഹചര്യങ്ങളിൽ സദാ ഇവർ സ്റ്റേഷനുകളിൽ തമ്പാണ്. നാശം ഏത് നേരത്താണോ ഇങ്ങോട്ട് വരാൻ തോന്നിയത്, ഞാൻ സ്വയം പഴിച്ചുകൊണ്ടോടി. ഏതോ ഒരു ട്രെയിൻ അനങ്ങി തുടങ്ങിയിരിക്കുന്നു. അത് മെല്ലെ വേഗം കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ ഒപ്പം ഓടിക്കൊണ്ട് ഒരു ബോഗിയിൽ കയറിക്കൂടി. കിതപ്പോടെ അല്പം നേരം അവിടെ ചാരി നിന്നു. വണ്ടി സ്റ്റേഷൻ കടന്നു പോകും വരെ അനങ്ങിയില്ല. സ്റ്റേഷൻ്റെ പേര് തമിഴിൽ എഴുതിയിരിക്കുന്ന മഞ്ഞ ബോർഡ് എന്നെ കടന്നുപോയി. പതിയെ തല ചിരിച്ചുകൊണ്ട് വണ്ടിക്കകത്തേക്ക് നോക്കി. വിജനം. അകത്തേക്ക് നടന്ന് ആദ്യം കണ്ട സീറ്റിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. അപ്പുറത്തെ സീറ്റുകളിൽ നിന്ന് എവിടെ നിന്നോ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ഏതോ ഒരു ഫാമിലി ഉണ്ട് എന്ന് തോന്നുന്നു അപ്പുറത്ത്. തലയ്ക്ക് എന്തെന്നില്ലാത്ത വേദന, അടികൊണ്ട പോലെ. ഇരുട്ട് കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന ബാഗ് എടുത്ത് സീറ്റിൽ വെച്ചു. സ്റ്റേഷന് പിൻവശത്തുള്ള ആ പഴഞ്ചൻ കോവിലിൽ നിന്നും കിട്ടിയതാണ്. അല്ല, എടുത്തതാണ്. ആരും പോകാത്ത അവിടെ അങ്ങനൊരു ബാഗ് എങ്ങനെ വന്നു? വല്ല തട്ടിപ്പുകാരുടെയും മുതലാകാം. പങ്കുവെക്കാൻ വേണ്ടി സൂക്ഷിച്ചതാകും. ആ കാട്ടുക്ഷേത്രം ആര് സന്ദർശിക്കാനാണ് എന്നാവും അവർ കരുതിയിരിക്കുക. സ്റ്റേഷൻ കവാടത്തിലെ അപ്രതീക്ഷിതമായി സെക്യൂരിറ്റി സൈറനാണ് ചതിച്ചത്. ബാഗിൽ കാര്യമായി എന്തെങ്കിലും കാണും. അയാളിൽ പ്രതീക്ഷകൾ വർദ്ധിച്ചു. ചെറിയ സ്റ്റേഷനായത് നന്നായി. കുറച്ച് കാവൽ സേനയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ അഴി എണ്ണിയിരിക്കുന്നുണ്ടാവും അകത്ത്. എങ്ങോട്ടുള്ളതാണോ എന്തോ. കിതപ്പോടെ തല സീറ്റിലേക്ക് ചാരി വെച്ച് മുകളിലേക്ക് നോക്കി വിശ്വസിച്ചു. അപ്പുറത്തെവിടെയോ വീണ്ടും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാം. ട്രെയിൻ അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്നു. കറുത്ത നിഴലുകളായി മരങ്ങളും മലകളും കെട്ടിടങ്ങളും പിന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. കുറേ നേരം നിഷ്ക്രിയനായി അത് നോക്കിയിരുന്നു. ട്രെയിൻ അല്പം വേഗത കുറഞ്ഞു വന്നു. അടുത്തെങ്ങോ ഒരു സ്റ്റേഷനുണ്ട്. ട്രെയിൻ ചൂളം വിളിച്ചുകൊണ്ട് മെല്ലെ സ്റ്റേഷനിനുള്ളിലേക്ക് അരിച്ചു കയറി. പ്ലാറ്റ്ഫോം കച്ചവടക്കാരുടെ ബഹളം. ഏയ് ചേട്ടാ, ഒരു തണ്ണി കൊടുങ്കോ. ഞാൻ ആ വിൽപ്പനക്കാരനെ വിളിച്ചു. അടുത്തുകൂടെ പോയിട്ടും അയാൾ കേൾക്കാത്ത പോലെ പോയി. ഛേ, ഇവനൊക്കെ പിന്നെ എന്തിനാ ഇതും ചുമന്നോട് നടക്കുന്നത്? നാശം. വണ്ടി വീണ്ടും മുരണ്ടു നീങ്ങി തുടങ്ങി. വിശപ്പും ദാഹവും ഉള്ളിൽ എരിഞ്ഞു തുടങ്ങുന്നു. ആ റെയിൽവേ ജീവനക്കാരനെ പഴിച്ചുകൊണ്ട് സീറ്റിൽ ആഞ്ഞടിച്ചു. കയ്യിൽ ടിക്കറ്റില്ല. ചെക്കർ കയറിയാൽ പ്രശ്നമാകും. തല ഒന്ന് എത്തി നോക്കി. നീണ്ട നടവഴിയിലേക്ക്. ഏയ് ഇല്ല. ശാന്തം. അപ്പോഴാണ് തൻ്റെ കൈവശമുള്ള ബാഗിനെ പറ്റി ഓർത്തത്. അതെടുത്ത് മടിയിൽ കയറ്റി വെച്ചു. ഒരു തുണിസഞ്ചിയാണ്. പതിയെ അതിൻ്റെ ഒറ്റ സിബ് തുറന്നു. ഉള്ളിൽ നിന്നും വെറ്റിലപ്പാക്കിൻ്റെ മണം. ആരോ മുറുക്കി തുപ്പിയ ഗന്ധം. ഞാൻ ശക്തമായി മൂക്കുന്നു ഒതുമ്പി. ഉള്ളിൽ എന്തൊക്കെയോ കടലാസ് പൊതികൾ. പിന്നെ ഒരു ചുവന്ന തുണി കൊണ്ട് പൊതിഞ്ഞൊരു സാധനം. പൈസ. എൻ്റെ ഉള്ളിൽ പൂത്തിരി മിന്നി. പണം പോലെയുണ്ട്. ഞാൻ വേഗമാ കെട്ടഴിച്ചു. കണ്ട മാത്രയിലെ സകല പ്രതീക്ഷകളും ഇടിഞ്ഞു വീണു. അതൊരു പുസ്തകമായിരുന്നു. ഒരു പഴഞ്ചൻ പുസ്തകം. ബാഗിൽ ഒന്നുമില്ല എന്ന അരിശം എന്നെ കീഴടക്കി കഴിഞ്ഞിരുന്നു. ദേഷ്യത്തോടെ അത് നേരെ അപ്പുറത്തെ സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. കോപ്പ് ഓടിയത് മിച്ചം. എറിഞ്ഞ ശക്തിയിൽ ആ ബാഗിൽ നിന്നും പുസ്തകം താഴെ വീണു. അതിൽ ആകമാനം പറ്റിയിരുന്ന പൊടികൾ ഇളകി വീണു. കുറച്ചുകൂടി വ്യക്തമായി അതിൻ്റെ പുറംചട്ട കാണാം. ഞാൻ അതിൻ്റെ പുറംചട്ടയിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു. ഒടിയൻ. എന്നിലെ ആകാംക്ഷയും ആശ്ചര്യവും 1000 തലയുള്ള സർപ്പമായി പത്തി വിരിച്ചു. ഞാനത് തറയിൽ നിന്നും പതിയെ എടുത്തു. കറുത്ത പുറംചട്ടയിൽ ഇളം മഞ്ഞ നിറത്തിൽ ഉള്ള ആ ടൈറ്റിൽ, ഒടിയൻ. ഞാനത് തറയിൽ നിന്നും പതിയെ എടുത്തു.
കറുത്ത പുറഞ്ചട്ടയിൽ ഇളമഞ്ഞ നിറത്തിൽ ആ ടൈറ്റിൽ ഒടിയൻ. ഗ്രന്ഥകാരൻ്റെ പേര് അവ്യക്തമാം വിധം അവിടെ കറുത്ത മഷി പുരണ്ടിരിക്കുന്നു. ഉൾപേജിലും അത് അവ്യക്തം. അതിൽ എനിക്കെന്തോ അസാധാരണത്വം തോന്നി. പുസ്തകത്തിലെ മറ്റൊന്നിലും കണ്ണു പതിപ്പിക്കാതെ ഞാൻ വേഗം അവസാന പേജിലേക്ക് ചെന്നു. അതിൽ എഴുതിയിരിക്കുന്നത് കണ്ട് ഞാനൊന്ന് നടുങ്ങി. ചരിത്രമാണിത്. ഒടിയൻ ചാത്തന്മാണ നാടിൻ്റെ ചരിത്രം. എൻ്റെ കഥയറിഞ്ഞ നിന്നിലൂടെ ഞാൻ പിന്തിരിഞ്ഞു നടക്കാൻ പോവുകയാണ്. പുസ്തകം എൻ്റെ കയ്യിലിരുന്ന് ഒന്ന് വിറച്ചു. മുത്തശ്ശിക്കഥകളിലെ പേടി സ്വപ്നമായ ഒടിയൻ എന്നിലൂടെ പിന്തിരിഞ്ഞു നടക്കുമെന്നോ? എന്താ അത് ഉദ്ദേശിക്കുന്നത്? അയാൾക്കൊന്നും മനസ്സിലായില്ല. അപ്പുറത്ത് നിന്ന് വീണ്ടും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ. അത് അല്പം കൂടി അടുത്തു വന്നതുപോലെ. പതിയെ തല ചെരിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കി. അവിടുത്തെ ആ കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ നടുങ്ങി. ഇരുട്ട്, കട്ട പിടിച്ച ഇരുട്ട്. താനിരിക്കുന്നതിനപ്പുറത്തേക്ക് ഒന്നും കാണാനാകാത്ത വിധം കറുത്തിരുണ്ട് കിടക്കുന്നു. ഇരുട്ടിൽ നിന്ന് വീണ്ടും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ഞാൻ വിറങ്ങലടിച്ചു പോയിരുന്നു. എൻ്റെ തൊണ്ടയിൽ ഒരു നിലവിളി വന്ന് കുരുങ്ങി നിന്നു. ഭയന്ന് വിറച്ചുകൊണ്ട് ഞാൻ ജനൽ സൈഡിലേക്ക് നീങ്ങി. കയ്യിലിരുന്ന പുസ്തകം അറപ്പോടെ നിലത്തേക്കിട്ടു. അരണ്ട വെളിച്ചത്തിലും അതിൻ്റെ പേര് തിളങ്ങി. ഒടിയൻ. ട്രെയിൻ അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റുകളുമായി യാതൊരു ബന്ധവുമില്ല. അടുത്തെങ്ങാനും ഒരു സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഈ വണ്ടി ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ഇറങ്ങി ഓടാമായിരുന്നു. എന്നാൽ ആഗ്രഹങ്ങൾ വിപരീതമായി ട്രെയിൻ ഓടിക്കൊണ്ടേയിരുന്നു. പുറത്ത് കൂരിരുട്ടിൽ തനിക്കെതിരായി, വണ്ടിക്കെതിരായി ഓടിക്കൊണ്ടിരുന്ന നിഴലുകൾ എന്തൊക്കെയോ ഭീകരരൂപികളെ അനുസ്മരിപ്പിച്ചു. ഞാൻ ഭയത്തോടെ കണ്ണുകൾ ഇറുക്കിയടച്ചു. കാലുകൾ രണ്ടും സീറ്റിൽ കയറ്റിവെച്ച് കാൽമുട്ടിന്മേൽ മുഖം അമർത്തി വെച്ചുകൊണ്ടിരുന്നു. ഇരുട്ട്. ഇറുക്കിയടച്ച കണ്ണുകൾക്കുള്ളിൽ നിറഞ്ഞ ഇരുട്ട്. നട്ടെല്ലിനിടയിലൂടെ തണുത്തൊരു വിറയൽ. എന്തോ ഒന്ന് ചുമലിൽ മൃദുവായി വന്ന് തട്ടുന്നത് പോലെ എനിക്ക് തോന്നി. ശരീരം വിറങ്ങലിച്ച ആ അവസ്ഥയിൽ നിന്നും തനിക്ക് അനങ്ങാനാകുന്നില്ല. തൻ്റെ ചുമലിൽ എന്തോ ഒന്ന്. അതെ, ഒരു കരമാണത്. മെല്ലിച്ച വിരലുകളാൽ അത് തൻ്റെ തോളെല്ലുകളിൽ പിടിമുറുക്കുന്നു, തന്നെ പിടിച്ചു കുലുക്കുന്നു. കാൽമുട്ടിലേക്ക് മുഖമൂന്നിയിരുന്ന ആ അവസ്ഥയിൽ നിന്നും മാറി അതെന്തെന്ന് നോക്കാൻ മനസ്സ് വെമ്പി. എങ്കിലും ഒന്നും സാധിക്കുന്നില്ല. ചലനമറ്റു പോയ പോലെ. ഉറക്കെ നിലവിളിക്കണമെന്നുണ്ട്. നാവനങ്ങുന്നില്ല. സർവം നിശ്ചലം. ഇത് തൻ്റെ അവസാനമായിരിക്കുമോ? ഇതാണോ മരണം? ഉള്ളിൽ ഭയം പെരുമ്പറ കൊട്ടി. മരണത്തിൻ്റെ കൈകൾ. ശരീരശക്തിയും എടുത്തുകൊണ്ട് ഉറക്കെ കരഞ്ഞു. അമ്മേ. ഹേയ്, എന്താ കുട്ടി ഇത്? എന്തിനാ കരയണേ? ആ ശബ്ദം കേട്ട് ഞാൻ മെല്ലെ തല ഉയർത്തി നോക്കി. ഒരു അമ്മൂമ്മയാണ്. ശുഭ്രവസ്ത്രധാരി, അതിക്ഷീണിതയായ ഒരമ്മൂമ്മ. ഞാൻ പെട്ടെന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കി. ഇല്ല, ഒരു കുഴപ്പവുമില്ല. സർവം സാധാരണമെന്ന മട്ടിൽ. തൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ അപ്പുറത്തൊക്കെ ആളുകൾ ഇരിപ്പുണ്ട്. അവരും എന്നെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിപ്പാണ്. ക്ഷണനേരം കൊണ്ട് ഭയം ജാള്യതയായി മാറി. അല്പ സെക്കൻഡുകൾക്ക് ശേഷം വീണ്ടും അവരെല്ലാം അവരുടേതായ കർമ്മങ്ങളിൽ വ്യാപൃതരായി. ഞാൻ ഇടം കണ്ണു ഇട്ടുകൊണ്ട് പതിയെ ആ അമ്മൂമ്മയെ നോക്കി. അവർ എന്നെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് തനിക്കെതിരായി ഇരിപ്പുണ്ട്. എന്താ കുട്ടി ശബ്ദമുണ്ടാക്കിയത്? എന്തേലും പ്രശ്നമുണ്ടോ? ഏയ്. ഞാൻ അവ്യക്തമായി ഒന്ന് വാ അനക്കി. അവരുടെ നോട്ടം എൻ്റെ കയ്യിലെ പുസ്തകത്തിലേക്ക് നീണ്ടു. ആ നോട്ടം അവിടെ കുരുങ്ങി നിന്നത് ഞാൻ ശ്രദ്ധിച്ചു. അത് ഒഴിവാക്കുന്നതിനായി ഞാൻ പെട്ടെന്ന് അത് തിരിച്ചു പിടിച്ചുകൊണ്ട് ബാഗിലേക്ക് വെച്ചു. എന്നാൽ ഒട്ടും മടിക്കാതെ താമസിക്കാതെ അവർ എന്നോട് ചോദിച്ചു, എന്താ അത്? എന്ത് പുസ്തകമാ കുട്ടി? എന്തോ ആ ചോദ്യം ഇഷ്ടമാകാത്ത കണക്കിന് ഞാൻ അവരിൽ നിന്ന് മുഖം തിരിച്ചു.
ഞാൻ ജനാല വഴി പുറത്തെ ഇരുട്ടിലേക്ക് കണ്ണു പായിച്ചു. ഇരുട്ട് ഉറ്റതോഴനാണ്. അമ്മയുടെ മരണശേഷം വീട് വിട്ടിറങ്ങി കടത്തിണ്ണകളിൽ പകൽ കാത്തു കിടക്കുമ്പോൾ ഓർമ്മകളെ എന്നിൽ നിന്നും പറിച്ചെറിഞ്ഞതും പച്ചവെള്ളം കുടിച്ചിട്ടും ക്ഷമിക്കാത്ത വിശപ്പിൻ്റെ നിലവിളി കുറയ്ക്കാൻ ആദ്യമായി ഒരു കഷ്ണം റൊട്ടി കട്ടെടുത്തുകൊണ്ട് തെരുവിലൂടെ ഓടി ഒളിക്കാൻ മടിത്തട്ട് ഒരുക്കി തന്നതും കള്ളൻ കള്ളൻ എന്ന മുറവിളി കൂട്ടിക്കൊണ്ട് ഓടിയെടുത്തു വന്ന കൂട്ടമേൽപ്പിച്ച മറപ്പാടുകളിൽ കനിവിൻ്റെ തണുപ്പ് പുരട്ടി തന്നതും എല്ലാം ഈ ഇരുട്ടാണ്. ഒരുപാട് രാത്രികളിൽ ഇടവിടാതെ കരഞ്ഞ കണ്ണുകളിൽ ഉറക്കം സമ്മാനിച്ച് കാവലിരുന്ന ഈ ഇരുട്ട്. പക്ഷേ ആദ്യമായി എന്തോ എനിക്കിപ്പോൾ പുറത്തോട്ട് നോക്കാൻ പേടി തോന്നുന്നു. ഇരുളിൽ തന്നെ നോക്കി ആരോ പല്ലിളിക്കും പോലെ. എങ്ങു നിന്നോ കാറ്റിൽ വീണ്ടും പച്ച വെറ്റിലയുടെ നനുത്ത ഗന്ധം ഒഴുകി വന്നു. ഞാൻ ആ അമ്മൂമ്മയെ നോക്കി. ഉറങ്ങാൻ പാടുപെടുന്ന കണ്ണുകളെ അവർ കഷ്ടപ്പെട്ട് തുറന്നു പിടിക്കുന്ന പോലെ തോന്നി. സൈഡിലെ ജനൽ കമ്പിയിൽ ഒരു കൈ മുറുകെ പിടിച്ചുകൊണ്ട് അവർ തീവണ്ടിയുടെ കുലുക്കത്തിനോട് പോരാടുകയാണ്. വെളുത്തതാണെങ്കിലും നന്നേ മുഷിഞ്ഞ വേഷം, നല്ല വെള്ള തലമുടി, ക്ഷീണിച്ച് അവശയാണെങ്കിലും ആഢ്യത്വം നിറഞ്ഞ മുഖം. സമ്പന്നയായിരുന്നിരിക്കണം നല്ല പ്രായത്തിൽ. ഞാൻ നോക്കുന്നത് കണ്ട് അവർ വീണ്ടും എന്നെ നോക്കി നിറഞ്ഞു ചിരിച്ചു. നിഷ്കളങ്കം, ഒറ്റ വാക്കിൽ അതെ, അതിനു പകരം അതേ പറയാനുള്ളൂ. എനിക്കും തിരിച്ചൊരു പുഞ്ചിരി സമ്മാനിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പതിയെ ആ ബുക്ക് ബാഗിൽ നിന്നും എടുത്ത് അവർക്ക് നേരെ നീട്ടി. അവർ അത് വാങ്ങാതെ എൻ്റെ മുഖത്തേക്ക് നോക്കി. നേരത്തെ ചോദിച്ചിരുന്നില്ലേ? ഏയ് കുട്ടി, നേരത്തെ വല്ലാണ്ട് പേടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിഷയം മാറ്റാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. കുട്ടിക്കത് ഇഷ്ടമായില്ല. എനിക്ക് വേണ്ട കേട്ടോ. ഈ കുറഞ്ഞ വെളിച്ചത്തിൽ അത് വായിക്കാനോ അറിയാനോ ഒന്നും എനിക്ക് കഴിയില്ല. അങ്ങനെ നന്നായി വായിക്കാനൊന്നും നിശബ്ദ കൂട്ടത്തിലില്ല. അവർ എന്നെ നോക്കി ചിരിച്ചു. എവിടേക്ക് പോകുന്നു? ഞാൻ അവരോട് ചോദിച്ചു. ഏയ്, എൻ്റെ യാത്രയൊക്കെ എന്നേ അവസാനിച്ചു. ഇതൊരു തിരിച്ചു പോക്കാണ്. മുൻപ് പോയ വഴികളിലൂടെയുള്ള ഒരു ഓർമ്മ പുതുക്കൽ. ഇതിനെ യാത്ര എന്ന് വിളിക്കാമോ? ഹേയ് ഇല്ല, യാത്രയല്ല. തിരികെ ലക്ഷ്യം ചേരുന്നവർക്ക് അല്ലേ യാത്രയൊക്കെ. അവർ സ്വയം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. കുട്ടി എന്നെപ്പോലെ തന്നെയാണല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് അവർ ഒന്നുകൂടി ഉറക്കെ ചിരിച്ചു, അല്പം ശബ്ദത്തോടെ. എന്തോ അത് കേട്ടപ്പോൾ എനിക്കുള്ളിൽ ഭയം തോന്നി. എന്താ കുട്ടിയുടെ പേര്? രാമകൃഷ്ണൻ, ഞാൻ മറുപടി കൊടുത്തു. എൻ്റെ പേര് ദേവകി എന്നാ. പാലക്കാട്ട് കൊല്ലങ്കോട് കീഴൂർ മനക്കിലെ ദേവകി അന്തർജനം. അത് പറയുമ്പോൾ അവരുടെ മുഖം എന്നെ നോക്കുകയല്ലായിരുന്നു. ഇരുട്ടിൻ്റെ അനന്തതയിൽ ആ കണ്ണുകൾ കുരുങ്ങിക്കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. പിന്നെ കുറച്ചു നേരത്തേക്ക് അവരൊന്നും മിണ്ടിയില്ല. ഞാനായിരുന്നു മൗനം ഭഞ്ജിച്ചത്. എൻ്റെ വീട് തേനൂരാണ്, പാലക്കാടടുത്ത്. അവർ എൻ്റെ നേരെ മുഖം തിരിച്ചു. ആ കണ്ണുകളിൽ വെള്ളിമുത്തുകൾ പോലെ കണ്ണീർ തുള്ളികൾ വിരിഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. അയ്യോ, എന്തു പറ്റിയമ്മേ? എന്താ കരയുന്നത്? ഞാൻ അവർ ഇരിക്കുന്ന സീറ്റിലേക്ക് നീങ്ങിയിരുന്നു. അമ്മ, അതല്ലേ എന്നെ വിളിച്ചേ? ഞാൻ അതെ എന്ന് തലയാട്ടി. കാലം ഒരുപാടായിരിക്കണു ഞാൻ ആ വിളി കേട്ടിട്ട്. അവർ എൻ്റെ കൈ പിടിച്ചു. എന്തെന്നില്ലാത്ത തണുപ്പ് അവരുടെ കൈന്. ഞാനും പതിവില്ലാതെ നന്നായി തണുത്തു വിറയ്ക്കുന്നു. പഴയ ഓർമ്മകളാകാം അവരെ കരയിച്ചത്, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. അല്പനേരം അവിടെ തീവണ്ടിയുടെ ശബ്ദം മാത്രം മുഴങ്ങിക്കേട്ടു. വലിയ തറവാടായിരുന്നു എൻ്റേത്. കീഴൂർ മന. കൊല്ലങ്കോട്ടുള്ള 3/4 ഭാഗം ഭൂമിയുടെയും അധികാരം ഞങ്ങൾക്കായിരുന്നു. ഞാൻ ഒറ്റപ്പാലത്തു നിന്നും വേളി കഴിപ്പിച്ച് കീഴൂരെത്തിയതാണ്.
വലിയ നമ്പൂതിരിയുടെ മൂത്ത മകൻ്റെ വേളിയായിട്ട്. അവർ ഇത്രയും പറയുന്നത് കേട്ട് ഞാൻ അവരെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു. എൻ്റെ മുഖത്ത് പോലും നോക്കാതെ, യാതൊരു കാരണവും കൂടാതെ അവർ ഇത്രയും എന്നോട് പറയുന്നത് എന്തിനാ? എന്നാൽ തുടർന്നും അവർ പറയുന്നത് കേൾക്കുവാനുള്ള എന്നിലെ ആ ത്വര ആ സംശയത്തെ ദുരാകരിച്ചു. ഞാൻ ഒന്നുകൂടെ അവർക്കരികിലേക്ക് ചേർന്നിരുന്നു. ദിവാകരൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. എന്നെ കൂടാതെ വേറെയും 2 വേളികൾ അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്നു. 2 പേരും സർപ്പദംശനം ഏറ്റുമരിച്ചതാണത്രേ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയ നമ്പൂതിരി, അങ്ങനെയാ എല്ലാവരും വിളിക്കുക. അദ്ദേഹം വലിയ മാന്ത്രികനായിരുന്നു. വേളി കഴിഞ്ഞ് 1 2 തവണ അല്ലാതെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. അത്രയ്ക്ക് ഗംഭീരം തുളുമ്പുന്ന ഭയപ്പെടുത്തുന്ന മുഖമായിരുന്നു. മനക്കലെ എല്ലാവർക്കും അദ്ദേഹത്തെ ഭയമായിരുന്നു. എൻ്റെ അദ്ദേഹത്തിന് പോലും. മന്ത്രതന്ത്ര വിദ്യകളിൽ അഗ്രഗണ്യനായിരുന്ന അദ്ദേഹത്തെ കാണാൻ എപ്പോഴും മനക്കലിൽ ദൂരങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരുമായിരുന്നു. ചിലപ്പോൾ അവരുടെ ആവശ്യപ്രകാരം പൂജകർമ്മങ്ങൾക്കും മറ്റുമായി അദ്ദേഹം മാസങ്ങളോളം വീട് വിട്ടു പോകാറുമുണ്ട്. ചിലപ്പോൾ ആഭിചാരങ്ങൾ മനക്കൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ വലിയ പൂജാമുറിയിലായിരിക്കും. പകൽ സമയത്ത് പോലും പെണ്ണുങ്ങൾ ആ മുറിക്കരികിലൂടെ പോകാറില്ല. വലിയ നമ്പൂതിരിക്ക് ഒരു വേളിയേ ഉണ്ടായിരുന്നുള്ളൂ, അംബിക അന്തർജനം, അദ്ദേഹത്തിൻ്റെ അമ്മ. ഒരിക്കൽ ദൂരദേശത്ത് ഒരു കലശത്തിന് പോയി തിരികെ വന്ന വലിയ നമ്പൂതിരി കണ്ടത് പൂജാമുറിയിൽ ചോര ഛർദ്ദിച്ചു കിടക്കുന്ന അന്തർജനത്തെ ആയിരുന്നത്രേ. ശുദ്ധി ചെയ്യാൻ വേണ്ടി അകത്ത് കയറിയ അവർ എന്തോ ആഭിചാര യന്ത്രം സ്പർശിച്ചു ബാധയേറ്റു മരണപ്പെട്ടതാണെന്നാണ് ഇല്ലത്തെ എല്ലാവരും പറയുന്നത്. അതിനുശേഷം ആ ഭാഗത്ത് കൂടി ധൈര്യമില്ലാത്ത ആണുങ്ങൾ കൂടി പോയിട്ടില്ല. അവർ കുറച്ചു നേരം മൗനം പൂകി. ഞാൻ അവർ ഇരുന്ന സീറ്റിൽ നിന്നും അവർക്ക് അഭിമുഖമായി അവർക്ക് നേരെയിരുന്നു. പേടി തോന്നലുണ്ടോ കുട്ടിക്ക്? ഈ തള്ള എന്തിനാ ഇപ്പോൾ ഇതൊക്കെ എന്നോട് പറയുന്നത് എന്ന് തോന്നുന്നുണ്ടാവൂല്ലേ? അവരൊന്ന് ചിരിച്ചു. ഹേ, പേടിയോ? എനിക്കോ? അമ്മ പറഞ്ഞോളൂ. പിന്നെ എന്താ ഉണ്ടായത്? എങ്ങനെ അമ്മ ഈ അവസ്ഥയിലായത്? വലിയ നമ്പൂതിരി മരണപ്പെട്ടു. വെറും മരണമല്ല, ദുർമരണം. അത് പറയുമ്പോൾ അവരുടെ ശബ്ദം നന്നേ നേർത്തു. വലിയ നമ്പൂതിരിയുടെ ആ മരണം ഇല്ലത്തെ അപ്പാടെ ഉലച്ചു. ബന്ധനങ്ങൾ പൊട്ടിച്ച് പുറത്തു വന്ന പ്രേതബാധകൾ മനയുടെ ആണിക്കല്ലിളക്കി. തലമുറകളെ പോലും ബാധിക്കുമാറ് ഉഗ്രമായ ദോഷങ്ങൾ മനയ്ക്ക് മുകളിൽ സദാ ചിറകു വിടർത്തി നിന്നു. അശരണർക്ക് സദാ ആശ്രയമായിരുന്ന മന പലതവണ കൊള്ളയടിക്കപ്പെട്ടു. ജനം ഞങ്ങളെ നോക്കി പരിഹസിച്ചു. സർവ്വതും നശിച്ചു തുടങ്ങി. വലിയ നമ്പൂതിരിയുടെ മരണശേഷം അദ്ദേഹത്തെപ്പറ്റി, ആ ദുർമരണത്തെപ്പറ്റി പല ഇല്ലാ കഥകളും കൊല്ലംകോട്ടുകാർ പറഞ്ഞു നടന്നു. പക്ഷേ യഥാർത്ഥ സത്യം മനയ്ക്കലെ അന്തേവാസികൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ലായിരുന്നു. അത് ഞങ്ങൾ ആരോടും പറഞ്ഞതുമില്ല. എന്തായിരുന്നു അത്? ഞാൻ ആകാംക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അവർ ഒന്നും പറഞ്ഞില്ല. അവരുടെ കണ്ണുകളിൽ കണ്ണീരിൻ്റെ തിളക്കമല്ല, പകയുടെ ചുവപ്പ് കലർന്ന പോലെ. മൗനം മുറിച്ചുകൊണ്ട് അവർ പതിയെയാണത് പറഞ്ഞത്. ഒടിയൻ. പതിയെയാണ് പറഞ്ഞതെങ്കിലും ഞാനത് വ്യക്തമായി കേട്ടു. ഒടിയനോ? എൻ്റെ പെരുവിരൽ നിന്ന് ഭയം ഇരച്ചു കയറി. അതെ, ഒടിയൻ. അവർ വീണ്ടും പറഞ്ഞു. ഞാൻ എൻ്റെ കൈമെല്ലെ അവർ കാണാതെ ആ ബാഗിനകത്തേക്ക് കയറ്റി. ആ പുസ്തകം പതിയെ എടുത്തു നോക്കി. അതെ, ഒടിയൻ. അല്പനേരം അവിടെ ട്രെയിൻ മാത്രമേ ശബ്ദിച്ചുള്ളൂ. ട്രെയിൻ ഒരു തുരങ്കത്തിനുള്ളിലേക്ക് കടന്നു. ഇരുട്ടിൽ എവിടെ നിന്നോ വീണ്ടും പച്ച വെറ്റിലയുടെ മണം ഒഴുകി വന്നത് ഞാൻ അറിഞ്ഞു. അകലിൽ നിന്നും അതാ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ. ഒരു പെരുമ്പാമ്പ് പോലെ ആ തുരങ്കം എന്നെ വിഴുങ്ങുന്നുവോ? ഇതിന് അവസാനമില്ലയോ? ട്രെയിൻ ഓടിക്കിതച്ച് നിൽക്കാൻ പോകുന്ന പോലെ വേഗത കുറഞ്ഞു വരുന്നു. ട്രെയിനിനുള്ളിലെ മിന്നാമിന്നി വെട്ടം
കണക്കിനുള്ള ബൾബുകൾ മിന്നി മിന്നി കത്തുന്നു. നിൽക്കാൻ എന്ന പോലെ. അപ്പോഴാണ് ഞാൻ തല ഒന്ന് ഉയർത്തി നോക്കിയത്. ഞാൻ അമ്പരന്ന് പോയി. എതിരെയുള്ള സീറ്റിൽ ആരും തന്നെയില്ല. ആ അമ്മൂമ്മ എവിടെ? അപ്പുറത്തുണ്ടായിരുന്ന ആളുകൾ എവിടെ? അമ്മൂമ്മയുടെ ആ മുഷിഞ്ഞ തുണിക്കെട്ടുകൾ എവിടെ? ഞാൻ പൊടുന്നനെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. ട്രെയിൻ ആകമാനം വിജനം. അവിടെ എല്ലാം തന്നെ ബൾബുകൾ മുനിഞ്ഞു കത്തുന്നു. ചിലത് പാടെ നിന്ന് പോകുന്നു. ആ അമ്മൂമ്മ ടോയ്ലറ്റിൽ പോയി കാണുമോ എന്ന് പോയി നോക്കിയപ്പോൾ ഇല്ല, അത് തുറന്നു കിടക്കുന്നു. ടോയ്ലറ്റിനകത്തേക്ക് തലയിട്ട് നോക്കിയ എൻ്റെ ഉള്ളൊന്ന് നടുങ്ങി. അതിലെ ഇരുമ്പ് ക്ലോസറ്റിലൂടെ ഒരു കാട്ടുവള്ളിച്ചെടി വളർന്നു നിൽക്കുന്നു. ഫ്ലഷ് ടാങ്കിൽ ചുവരിലെല്ലാം അത് പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഉപയോഗിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞ പോലെ. ഞാൻ ഭയന്ന് ധൃതിയിൽ അതിനകത്ത് നിന്ന് പുറത്തു ചാടി. ധൃതിയിൽ പഴയ സീറ്റിലേക്ക് കുതിച്ചു. അവിടെ കണ്ട കാഴ്ചയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ഞാൻ ഇരുന്നതിനപ്പുറത്തേക്കും എല്ലാമുള്ള സീറ്റുകളും ജനലുകളും എല്ലാം കാട് പിടിച്ചു കിടക്കുന്നു. ഭയപ്പെടുത്തുന്ന കാഴ്ച. നിർത്തിയിട്ട ട്രെയിനിൽ നിന്നും ഞാൻ അതിവേഗം ഇറങ്ങിയോടി. അതൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയായിരുന്നു. ഒരു പഴഞ്ചൻ സ്റ്റേഷൻ. കിതച്ചുകൊണ്ട് കാലുകൾ നീട്ടി വെച്ചുകൊണ്ട് ഓടുമ്പോൾ ഞാൻ തല വെട്ടിച്ചുകൊണ്ട് ആ ട്രെയിനിലേക്ക് നോക്കി. കാലങ്ങളായി നിർത്തിയിട്ടതാണെന്ന് തോന്നുന്നു. കാട് പിടിച്ചു കിടക്കുന്ന തുരുമ്പെടുത്തൊരു ട്രെയിൻ. ഭയന്ന് വിറച്ചുകൊണ്ട് ഓടിയ ഞാൻ എവിടെയോ കാൽ തട്ടി നിലത്ത് വീണു. അമ്മേ, ഞാൻ ഉറക്കി നിലവിളിച്ചു. ധൃതിയിൽ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വീണ്ടും കാലുകൾ നീട്ടിവെക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു. എവിടെയാണ് താൻ? ആ ട്രെയിൻ എങ്ങനെ ഈ അവസ്ഥയിലായി? ആ അമ്മൂമ്മ, ട്രെയിനിനുള്ളിലെ ആളുകൾ, എന്താണ് തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സ്റ്റേഷനിൽ അവിടെവിടെയായി മാത്രം കാണുന്ന ബൾബുകൾ. അവിടെങ്ങും ഇരുമ്പ് ബെഞ്ചുകളല്ലാതെ വേറൊന്നും കാണാനില്ല. ഓഫീസിനോട് ചേർന്ന് ഒരു വൻ ആൽമരം. അതിൻ്റെ വള്ളികൾ പ്ലാറ്റ്ഫോമിലെമ്പാടും തൂങ്ങി നിൽക്കുന്നുണ്ട്. ഭീകരമായ അന്തരീക്ഷം. അവിടെ കണ്ട ഒരു വിശ്രമ മുറിയിലേക്ക് ഞാൻ ഓടിക്കയറി. അവിടെ കിടന്നൊരു ബെഞ്ചിലേക്കിരുന്നു. ശരീരം ഭയത്താൽ വിറകൊള്ളുന്നു. ക്ഷീണം കാരണം കണ്ണുകളെ തുറന്നു പിടിക്കാൻ ഞാൻ നന്നേ വിഷമിച്ചു. ആ 4 ചുവരുകൾ എന്നെ വലം വയ്ക്കുന്നത് പോലെ. തലയിലേക്ക് ഒരു തണുപ്പ് ഇരച്ചു കയറുന്നു. പതിയെ ആ തടി ബെഞ്ചിലേക്ക് ഞാൻ അബോധത്തിൽ എന്ന വണ്ണം ചെരിഞ്ഞു വീണു. കയ്യിൽ നിന്നും ആ തുണി ബാഗ് നിലത്ത് വീണു. തുറന്നിട്ട സിപ്പിലൂടെ ആ പുസ്തകം പാതി പുറത്ത് കാണാമായിരുന്നു. പുറത്ത് ആ ട്രെയിൻ കൂടുതൽ കാടെടുത്ത് തുടങ്ങിയതുപോലെ. എന്താണ് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ സമസ്യയുടെ ചുരുളുകൾ അയാളുടെ അബോധ മനസ്സിലേക്ക് വീണ്ടും ഉയർന്നു വന്നു. ഒടിയൻ. മണിക്കൂറുകൾ കടന്നുപോയത് ഞാൻ അറിഞ്ഞതേയില്ല. മനസ്സിൻ്റെ അബോധാവസ്ഥയിൽ സ്വപ്നമെന്നോ യാഥാർത്ഥ്യമെന്നോ മനസ്സിലാക്കാൻ കഴിയാത്തവണ്ണം ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കണ്ണുകൾ തുറക്കാനാകുന്നില്ല. കൈകാലുകൾ ചലിക്കുന്നില്ല. പക്ഷേ കാതുകളിൽ ഒരു കഥ ഒഴുകിയെത്തുന്നത് ഞാൻ അറിഞ്ഞു. മുൻപ് കേട്ട അതേ കഥ. ഒരു പുരുഷ ശബ്ദത്തിൽ ആ കഥ തുടർന്ന് കേൾക്കുന്നത് എനിക്ക് കേൾക്കാം. എൻ്റെ അരികിൽ ആരോ അതെൻ്റെ കാതിൽ പറയുന്നു. എൻ്റെ നെഞ്ചെടുപ്പ് കൂടി.